ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്കുകളും അവയുടെ സാധ്യതകളും. ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ചില ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്കുകളുടെ സാധ്യതകളെ കുറിച്ചാണ്. നമുക്ക് അറിവുള്ളതുപോലെ പോളിയെത്തിലീൻ പോലുള്ള പ്ലാസ്റ്റിക്കുകൾ ഡീഗ്രേഡബിൾ അല്ലാത്തതിന് അഥവാ വിഘടനം നടക്കാത്ത വസ്തുക്കൾ ആകയാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പ്ലാസ്റ്റിക്കുകൾ വളരെ നല്ല പ്രയോജനങ്ങൾ തരുന്നുവെങ്കിലും അവയുടെ നോൺ ഡീഗ്രേഡബിലിറ്റിയും അശാസ്ത്രീയമായ വേസ്റ്റ് മാനേജ്മെന്റും നമ്മുടെ പരിസ്ഥിതിയെ മലിനമാക്കുന്നു. മനുഷ്യർക്ക് മാത്രമല്ല മറ്റു ജീവജാലങ്ങൾക്കും പ്ലാസ്റ്റിക്കുകൾ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പക്ഷേ അപ്പോഴും പ്ലാസ്റ്റിക്കുകൾ മനുഷ്യർക്ക് ഒഴിച്ചുകൂടാനാവാത്ത വസ്തുക്കൾ ആണെന്ന് നാം ഓർക്കണം. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും വലിച്ചെറിയപ്പെടുന്നില്ല. ക്യാരി ബാഗുകൾ, മിനറൽ വാട്ടർ ബോട്ടിലുകൾ, സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിലുകൾ, ഫുഡ് പാക്കിംഗ് മെറ്റീരിയലുകൾ, മിൽക്ക് പൗച്ചസ് തുടങ്ങിയവ നമ്മുടെ പരിസ്ഥിതിയിലേക്ക് എത്തുന്നു. വേസ്റ്റ് മാനേജ്മെന്റിൽ ലോക്കൽ ബോഡികളും അഡ്മിനിസ്ട്രേഷനുകളും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുകയും വേസ്റ്റ് കളക്ഷൻ മെക്കാനിസവും വേസ്റ്റ് പ്രോസസ്സിങ്ങും കൂടുതൽ എഫിഷ്യന്റ് ആക്കുകയും ചെയ്ത് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നവർക്ക് വേണ്ട കൃത്യമായ ഗൈഡ് ലൈൻസും നൽകി പ്രവർത്തിച്ചാൽ മനുഷ്യർക്ക് പ്ലാസ്റ്റിക് നല്ല സുഹൃത്ത് തന്നെയാണ്. എന്നാൽ ദുശീലങ്ങൾ കാരണം ക്യാരി ബാഗ് പോലുള്ള പ്ലാസ്റ്റിക്കുകൾ ഒരു വിപത്തായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പരിസ്ഥിതി സൗഹൃദ പ്ലാസ്റ്റിക്കുകൾ ഇന്ന് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പലതരത്തിലുള്ള മെറ്റീരിയലുകൾ അതിനുപയോഗിക്കുന്നു. അതിലൊന്നാണ് എത്തിലീൻ വിനൈൽ അസറ്റേറ്റ് അഥവാ EVA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വസ്തു. എന്ന മെറ്റീരിയലിന്റെ പ്രത്യേകത ബയോഡീഗ്രേഡബിലിറ്റിക്ക് പുറമെ വാട്ടർ കോമ്പാറ്റിബിലിറ്റി കൂടി ഉണ്ട് എന്നതാണ്. പ്ലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂട്ടുകളായി വരുന്ന മറ്റു മെറ്റീരിയലുകൾക്കും ഈ ഗുണങ്ങൾ അത്യാവശ്യമാണ്. എന്ന വസ്തുവിൽ വിനൈൽ അസറ്റേറ്റ് അഥവാ VA കണ്ടന്റ് കൂടുതലുള്ളത് ഡീഗ്രഡേഷനെ സഹായിക്കും. അതായത് എത്തിലിൻ പാർട്ട് കുറഞ്ഞിരിക്കണം. ഇവ ഉപയോഗിച്ച് ക്യാരി ബാഗുകളും മിൽക്ക് പൗച്ചുകളും ബോട്ടിലുകളും ഒക്കെ നിർമ്മിക്കാൻ കഴിയും. ഈ വസ്തു മണ്ണിൽ ലയിച്ചു ചേരുന്ന തരത്തിലുള്ളതാണ്. ഇവ പ്ലാസ്റ്റിക്കിന്റെയും റബ്ബറിന്റെയും സ്വഭാവങ്ങൾ കാണിക്കുന്നു. ഇത് ഗ്രാനുളുകൾ ആയിട്ടാണ് ലഭിക്കുന്നത്. ഇവ ഉപയോഗിച്ച് ക്യാരി ബാഗുകളും പൗച്ചുകളും നിർമ്മിക്കുന്നതിന് ടേബിൾ 1 കൊടുത്തിരിക്കുന്ന ഫോർമുലേഷൻ ശ്രദ്ധിക്കുക. ഈ റെസിപ്പി അനുസരിച്ച് ഗ്രാനുളുകൾ 100 പാർട്ട് ഉപയോഗിക്കുമ്പോൾ ഇവ മണ്ണിൽ ഡിഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ കെമിക്കൽ അഥവാ ഒരു സ്പെഷ്യൽ അഡിറ്റീവായ ഇക്കോ പ്യുവർ 1 മുതൽ 2 പാർട്ട് വരെ, ക്യൂറിംഗ് ഏജന്റ് ഡൈകുമൈൽ പെറോക്സൈഡ് അഥവാ DCP 1 മുതൽ 2 പാർട്ട്, പ്ലാസ്റ്റിസൈസർ ഇപ്പോക്സിഡൈസ്ഡ് സോയാബീൻ ഓയിൽ 10 മുതൽ 20 പാർട്ട്, സ്റ്റെബിലൈസർ ഡൈബ്യൂട്ടിലിൻ ഡൈലോറേറ്റ് 0.5 to 1 പാർട്ട്, കളറന്റുകൾ ആവശ്യത്തിന്, ഫില്ലറുകൾ 5 മുതൽ 10 പാർട്ട് എന്നിവയും ഉപയോഗിക്കുന്നു. ഫില്ലറുകളായി കാൽസ്യം കാർബണേറ്റ്, ക്ലേ, ടാൾക്ക് എന്നിവ ഉപയോഗിക്കാം. മുമ്പ് പറഞ്ഞതുപോലെ ഇവയുടെ ബയോഡിഗ്രേഡബിലിറ്റി കൂട്ടുന്നതിന് വിനൈൽ അസറ്റേറ്റ് കണ്ടന്റ് അഥവാ VA കണ്ടന്റ് കൂടുതൽ ആയിരിക്കണം. മാർക്കറ്റിൽ ലഭ്യമായ ഗ്രാനുൾസിൽ 28% VA കണ്ടന്റ് ഇതിന് യോജിച്ചതാണ്. വിനൈൽ കണ്ടന്റ് 40% വരെയുള്ള ഗ്രാനുൾസും മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട്. ഇവയോടൊപ്പം ചേർക്കുന്ന മറ്റ് അഡിറ്റീവ്സ് ഡീഗ്രേഡബിലിറ്റിയെ ബാധിക്കാതിരിക്കാനും സ്പെഷ്യൽ അഡിറ്റീവ് ഇക്കോ പ്യുവർ സഹായിക്കുന്നു. ഇനി സ്പെഷ്യൽ അഡിറ്റീവ് മണ്ണിൽ ഇവയുമായി എങ്ങനെ പ്രവർത്തിക്കും എന്ന് നോക്കാം. ഇക്കോ പ്യുവർ ഇവയുടെ പുറത്ത് മൈക്രോബുകൾ വളരുന്നതിന് ആവശ്യമായ ഒരു ബയോഫിലിം ആവരണം കോട്ടിംഗ് ഉണ്ടാക്കുന്നു. ഈ ബയോഫിലിമിലെ മൈക്രോ ഓർഗാനിസംസ് പ്ലാസ്റ്റിക്കിലേക്ക് കടന്നു കയറി മോളിക്യൂളിനെ വികസിപ്പിച്ച് കൂടുതൽ മൈക്രോബുകൾ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. തുടർന്ന് എന്ന പ്ലാസ്റ്റിക് വിഘടിച്ച് മണ്ണിൽ ലയിച്ചു ചേരുന്നു. ബാഗുകളുടെ നിർമ്മാണം. ബാഗുകളുടെ നിർമ്മാണത്തിന് ഇനി പറയുന്ന മെഷീനറികൾ ഉപയോഗിക്കുന്നു. 1 അജിറ്റേറ്റർ, 2 എക്സ്ട്രൂഡർ, 3 ബ്ലോവർ, 4 വാട്ടർ ബാത്ത് ഓർ എയർ റിങ്സ് ഫോർ കൂളിംഗ്, 5 കട്ടിംഗ് ആൻഡ് സീലിംഗ് മെഷീൻസ്, 6 പ്രിന്റിംഗ് മെഷീൻ. വീഡിയോ ക്ലിപ്പുകൾ ശ്രദ്ധിക്കുക. ഗ്രാനുൾസും മറ്റ് അഡിറ്റീവുകളും നന്നായി മിക്സ് ചെയ്തെടുക്കുന്നതിനാണ് അജിറ്റേറ്റർ ഉപയോഗിക്കുന്നത്. മിക്സ് ചെയ്ത ഗ്രാനുൾസിനെ ഒരു എക്സ്ട്രൂഡറിന്റെ ഹോപ്പറിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്നു. എക്സ്ട്രൂഡറിനുള്ളിൽ പ്രവർത്തിക്കുന്ന റൊട്ടേറ്റിംഗ് സ്ക്രൂ ഈ മെറ്റീരിയലിനെ പുഷ് ചെയ്ത് ബാരലിനുള്ളിലേക്ക് കടത്തിവിടുന്നു.
ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബാരലിന് ഹീറ്റ് കൊടുക്കുന്നത് സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഉള്ള ബാൻഡ് ഹീറ്റേഴ്സ് ആണ്. ഈ ഹീറ്റിംഗ് സോണിനെ 4ആയി തിരിച്ചിരിക്കുന്നു. ഫീഡ് സോൺ, ടെമ്പറേച്ചർ 120 മുതൽ 140 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ. കംപ്രഷൻ സോൺ, ടെമ്പറേച്ചർ 150 മുതൽ 170 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ. മീറ്ററിംഗ് സോൺ, ടെമ്പറേച്ചർ 170 മുതൽ 190 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ. ഡൈ സോൺ, ടെമ്പറേച്ചർ 180 മുതൽ 200 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ എന്നിങ്ങനെയാണ് ഹീറ്റിംഗ് സോൺ തരംതിരിച്ചിരിക്കുന്നത്. ബാരലിൽ തുടക്കത്തിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും, അതായത് 120 മുതൽ 140 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ. ഇവിടെ ഇവ മെറ്റീരിയൽ സോഫ്റ്റ് ആകുന്നു. തുടർന്ന് അത് കംപ്രഷൻ സോണിൽ എത്തുന്നു. ഇവിടെ ടെമ്പറേച്ചർ കുറച്ചുകൂടി വർദ്ധിക്കുന്നു. മീറ്ററിംഗ് സോണിലേക്ക് മെറ്റീരിയലിനെ കടത്തിവിടുന്നതിന് തയ്യാറാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മീറ്ററിംഗ് സോണിൽ ടെമ്പറേച്ചർ വീണ്ടും ഉയർത്തുന്നു. തുടർന്ന് മെറ്റീരിയൽ ഒരു വിസ്കസ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. വിസ്കസ് സ്റ്റേറ്റിലുള്ള മെറ്റീരിയൽ ഡൈ സോണിൽ പ്രവേശിക്കുന്നു. ഈ മോൾട്ടൺ മിക്സർ തുടർന്ന് ഒരു ബ്ലോവറിലൂടെ കടത്തിവിട്ട് ഇൻഫ്ലേറ്റ് ചെയ്ത് അഥവാ വികസിപ്പിച്ച് ആവശ്യത്തിനുള്ള തിക്നെസ്സിൽ ഉള്ള ഫിലിം രൂപത്തിലാക്കി മാറ്റുന്നു. തുടർന്ന് എയർ റിങ്സ് ഉപയോഗിച്ച് തണുപ്പിക്കുന്നു. അതിനെ തുടർന്ന് കട്ടിംഗ് മെഷീനിലും സീലിംഗ് മെഷീനിലൂടെയും കടത്തിവിട്ട് ആവശ്യത്തിനുള്ള ഷേപ്പിലും സൈസിലും ബാഗുകൾ നിർമ്മിക്കുന്നു. കൂടാതെ പ്രിന്റിംഗ് മെഷീനിലൂടെ കടന്നു വരുമ്പോൾ ലോഗോകളും ഡിസൈനുകളും ഫ്ലക്സോഗ്രാഫിക്കിലോ ഗ്രാവർ പ്രിന്റിംഗ് മെത്തേഡിലോ പ്രിന്റ് ചെയ്തെടുക്കാൻ കഴിയും. ഈ രീതിയിലുള്ള ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് ബാഗ് നിർമ്മാണത്തിന് ഗ്രാനുലേറ്ററിന്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ ഇവ ഗ്രാനുളുകൾ മാർക്കറ്റിൽ നേരിട്ട് ലഭ്യമാണ്. ടേബിൾ 2-ൽ ബയോഡിഗ്രേഡബിൾ ഇവയുടെയും നോൺ ഡിഗ്രേഡബിൾ പോളിയെത്തിലിന്റെയും പ്രോപ്പർട്ടികൾ താരതമ്യം ചെയ്തിരിക്കുന്നു. പോളിയെത്തിലിന് ബയോഡിഗ്രേഡബിലിറ്റി ഒഴിച്ച് മറ്റ് എല്ലാ പ്രോപ്പർട്ടികളും, ഉദാഹരണത്തിന് ടെൻഷൻ സ്ട്രെങ്ത് TS, ഇലോങ്കേഷൻ അറ്റ് ബ്രേക്ക് EB, വാട്ടർ കോമ്പാറ്റിബിലിറ്റി തുടങ്ങിയവ ഇവയേക്കാൾ വളരെ നല്ലതാണെന്ന് കാണാം. എന്നാൽ ബയോഡിഗ്രേഡബിലിറ്റി ഇവയ്ക്ക് ഉള്ളപ്പോൾ പോളിയെത്തിലിന് അതില്ല എന്ന് കാണാം. കോൺഫ്ലോർ, പൊട്ടറ്റോ സ്റ്റാർച്ച് തുടങ്ങിയ മെറ്റീരിയലുകൾ, ഇമേജുകൾ ശ്രദ്ധിക്കുക, ഉപയോഗിച്ച് ബയോഡിഗ്രേഡബിൾ ബാഗുകൾ നിർമ്മിക്കുമ്പോൾ ഗ്രാനുലേറ്റർ അത്യാവശ്യമാണ്. വീഡിയോ ക്ലിപ്പുകളും ശ്രദ്ധിക്കുക. അതായത് റോ മെറ്റീരിയലിനെ ഒരു എക്സ്ട്രൂഡറിന്റെ സഹായത്തിൽ ആദ്യം സ്ട്രാൻഡുകളായും പിന്നെ ഗ്രാനുലുകളായും മാറ്റുന്നു. തുടർന്ന് ഇവ മെറ്റീരിയലിൽ നിന്നുള്ള ഫിലിം നിർമ്മാണത്തിന് ഉപയോഗിച്ച അതേ മെഷീനറികൾ കോൺഫ്ലോറിലും പൊട്ടറ്റോ സ്റ്റാർച്ചിലും അതുപോലുള്ള ബയോഡിഗ്രേഡബിൾ മെറ്റീരിയലുകൾക്കും ഉപയോഗിക്കുന്നു. എക്സ്ട്രൂഷൻ ടെമ്പറേച്ചർ ഓരോ മെറ്റീരിയലും അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി കനം കുറഞ്ഞ ഫിലിം നിർമ്മിച്ച് ബയോഡിഗ്രേഡബിൾ ബാഗുകൾ നിർമ്മിക്കുന്നു. ചില നിർമ്മാതാക്കൾ ബയോഡിഗ്രേഡബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും മനുഷ്യർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന താലേറ്റുകൾ ബയോപോളിമറുകൾക്കൊപ്പം ചേർക്കുന്നതായി കാണുന്നു. ഉദാഹരണമായി പോളിബ്യൂട്ടിലിൻ അഡിപ്പേറ്റ് ടെർതാലേറ്റ് എന്ന പോളിമർ കോൺഫ്ലോറുമായി ചേർത്ത് ബയോഡിഗ്രേഡബിൾ ബാഗുകൾ നിർമ്മിക്കുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം ബയോഡിഗ്രേഡബിലിറ്റി ആണെങ്കിലും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന താലേറ്റ് അടിസ്ഥാനമാക്കിയുള്ള മുമ്പ് പറഞ്ഞ പോളിമർ ഹോർമോൺ റെഗുലേഷനെ ബാധിച്ചേക്കാവുന്ന ഒരു എൻഡോക്രൈൻ ഡിസ്റപ്റ്റർ ആണെന്ന് ചില പഠനങ്ങളിൽ കാണുന്നു. റെഫറൻസ് നോക്കുക. ഇതിൽ നിന്ന് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്ലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ നിർദ്ദേശിക്കുമ്പോൾ ഫുഡ് കോണ്ടാക്റ്റിലൂടെയും മറ്റും ബയോഡിഗ്രേഡബിൾ ബാഗുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിൽ മനുഷ്യരുടെ ആരോഗ്യത്തിന് ദോഷകരമായിട്ടുള്ള, ഹാനികരമായിട്ടുള്ള, അംഗീകാരം ഇല്ലാത്ത താലേറ്റ് പോലുള്ള കെമിക്കലുകൾ ഒഴിവാക്കേണ്ടതാണ്. ബയോഡിഗ്രേഡബിലിറ്റി മാത്രം ശ്രദ്ധിക്കുമ്പോൾ പാക്കിംഗ് മെറ്റീരിയലുകൾ ഫുഡുമായി കോണ്ടാക്റ്റിൽ വരുമ്പോൾ ദോഷകരമായ കെമിക്കലുകൾ ഫുഡിലേക്കോ മിനറൽ വാട്ടറിലേക്കോ സോഫ്റ്റ് ഡ്രിങ്കുകളിലേക്കോ പാല് പോലുള്ള ഉൽപ്പന്നങ്ങളിലേക്കോ ലീച്ച് ചെയ്ത് അപകടം ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നതിനായി എല്ലാ രാജ്യങ്ങളിലും സർട്ടിഫിക്കേഷൻ ബോഡികൾ നിലവിലുണ്ട്. ഇന്ത്യയിൽ FSSAI അഥവാ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ കാര്യങ്ങളിൽ വേണ്ട നിർദ്ദേശങ്ങളും സർട്ടിഫിക്കേഷനുകളും നൽകുന്നു. കേരളത്തിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ സിപെറ്റ് ഒരു യൂണിറ്റ് കൊച്ചിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് CFRDയും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്.
ഉനാവർ ഫുഡ് ഇൻസ്പെക്ഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ, FSSAI, ISO, അതർ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് തുടങ്ങിയവയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. ചില താലേറ്റുകൾ വളരെ അപകടകാരികൾ ആയതിനാൽ അവയ്ക്ക് പകരം ഉപയോഗിക്കാവുന്ന മറ്റ് ചില പ്ലാസ്റ്റിസൈസേഴ്സ് ഇവിടെ പരാമർശിക്കുന്നു. 1. ഇപ്പോക്സിഡൈസ്ഡ് സോയാബീൻ ഓയിൽ. 2. അസറ്റൈൽ ട്രൈബ്യൂട്ടൈൽ സിട്രേറ്റ്. 3. ഡൈഒക്ടൈൽ അഡിപ്പേറ്റ് എന്നിവയാണവ. സോയാബീൻ ഓയിലും അസറ്റൈൽ ട്രൈബ്യൂട്ടൈൽ സിട്രേറ്റും ഫുഡ് കോണ്ടാക്ട് വരുന്ന മെറ്റീരിയലുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ഡൈഒക്ടൈൽ അഡിപ്പേറ്റ് സോഫ്റ്റ് PVCയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ചില പോളിഹൈഡ്രോക്സി ആൽക്കനോവേറ്റുകൾ PHA ഇന്ന് ബയോഡിഗ്രേഡബിൾ മെറ്റീരിയൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. പോളിബ്യൂട്ടിലിൻ അഡിപ്പേറ്റ് ടെർതാലേറ്റിന് പകരമായി ഉപയോഗിക്കാവുന്ന ചില പോളിഹൈഡ്രോക്സി ആൽക്കനോവേറ്റുകൾ ചുവടെ പറയുന്നു. 1. പോളി3 ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ്. പോളിപ്രൊപ്പിലിന് സമാനമായ ഈ മെറ്റീരിയൽ ബയോഡിഗ്രേഡബിൾ ആണ്. 2. പോളി4 ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ്. ബയോഡിഗ്രേഡബിൾ ആയ ഈ മെറ്റീരിയൽ പോളിയെത്തിലിനും പോളിപ്രൊപ്പിലിനും സമാനമായ പ്രോപ്പർട്ടികൾ ഉള്ള മെറ്റീരിയലാണ്. 3. പോളി3 ഹൈഡ്രോക്സി ഹെക്സനോവേറ്റ്. ഈ മെറ്റീരിയലും ബയോഡിഗ്രേഡബിൾ ആണ്. മാത്രമല്ല ഇത് പാക്കേജിംഗ് ഇൻഡസ്ട്രിയിലും അതുപോലെ ടെക്സ്റ്റൈൽ മേഖലകളിലും ഉപയോഗിക്കുന്നു. ചില താലേറ്റുകൾ എൻഡോക്രൈൻ ഡിസ്റപ്റ്റീവ്സ് ആണെങ്കിലും അപകടകാരികൾ അല്ലാത്ത ചില താലേറ്റുകൾ ഉണ്ടെന്ന് ഓർക്കണം. ഉദാഹരണമായി ഡൈഇഥൈൽ താലേറ്റ്, ഡൈമീഥൈൽ താലേറ്റ്, പോളിയെത്തിലിൻ ടെർതാലേറ്റ്, പെറ്റ് തുടങ്ങിയവയാണ് അവ. പെറ്റ് നമുക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ. പോളിയെത്തിലിൻ ടെർതാലേറ്റ്. ഫുഡ്സ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ FDA ഫുഡ് കോണ്ടാക്ട് അനുവദിച്ചിട്ടുള്ള 9 താലേറ്റുകളുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. ടേബിൾ 3 ശ്രദ്ധിക്കുക. എന്നാൽ അപകടകാരികളായ താലേറ്റുകളെ ഒഴിവാക്കുക തന്നെ വേണം. ഇപ്പോൾ തന്നെ കുറേയധികം ബുദ്ധിമുട്ടുകളുള്ള കെമിക്കലുകളുടെ പേരുകൾ പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞു. അതൊന്നും ഒഴിവാക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയത്. മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ആരോഗ്യം വളരെ പ്രധാനമാണല്ലോ. ഒരു വിപത്ത് പരിഹരിക്കാൻ മറ്റൊരു വിപത്തിനെ അറിയാതെയാണെങ്കിലും ക്ഷണിച്ചു വരുത്തേണ്ടതില്ലല്ലോ. ചുരുക്കത്തിൽ വിനൈൽ അസറ്റേറ്റ് കണ്ടന്റ് കൂടുതലുള്ള ഇവ മെറ്റീരിയലുകളിൽ ഇക്കോപ്യുവർ പോലുള്ള സ്പെഷ്യൽ അഡിറ്റീവ്സ് ഉപയോഗിച്ച് ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും മറ്റു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാം. ചുരുക്കത്തിൽ വിനൈൽ അസറ്റേറ്റ് കണ്ടന്റ് കൂടുതലുള്ള ഇവ മെറ്റീരിയലുകളിൽ ഇക്കോപ്യുവർ പോലുള്ള സ്പെഷ്യൽ അഡിറ്റീവ്സ് ഉപയോഗിച്ച് ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും മറ്റു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാം എന്നുള്ളത് നോൺ ഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് കരുതുന്നു. കോൺഫ്ലോർ, പൊട്ടറ്റോ സ്റ്റാർച്ച് തുടങ്ങിയ ഫുഡ് മെറ്റീരിയൽ ഉപയോഗിച്ച് ബയോഡിഗ്രേഡബിൾ ക്യാരി ബാഗുകളും മറ്റും നിർമ്മിക്കുന്നത് ആശാസ്യമാണോ എന്ന് ചിന്തിക്കേണ്ടതാണ്. ഇന്ത്യ ഫുഡ് ഗ്രെയിൻസിന്റെ ഉൽപാദനത്തിൽ സർപ്ലസ് ആണെങ്കിലും ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന എത്രയോ രാജ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്ത്യയിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് പാക്കേജിംഗ് റെഗുലേഷൻസ് 2018 എന്ന നിയമം നിലവിലുണ്ട്. ടേബിൾ 4 ശ്രദ്ധിക്കുക. ഈ റെഗുലേഷന് 2022 ചില ഭേദഗതികളും വരുത്തിയിട്ടുണ്ട്. ടേബിൾ 5 ശ്രദ്ധിക്കുക. ഈ നിയമം അനുസരിച്ച് ഫുഡ് കോണ്ടാക്ട് വരുന്ന പാക്കേജിംഗ് മെറ്റീരിയലുകൾ ഏതൊക്കെ ആകാം എന്ന് വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. ഉദാഹരണമായി മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റുകൾക്കായി പോളിപ്രൊപ്പിലിൻ PP, ഹൈ ഡെൻസിറ്റി പോളിയെത്തിലിൻ HDPE, പോളിയെത്തിലിൻ ടെർതാലേറ്റ് PET, പോളിസ്റ്റൈറിൻ PS, ഫ്ലെക്സിബിൾ പോളിയെത്തിലിൻ അഥവാ LDPE തുടങ്ങിയ പ്ലാസ്റ്റിക്കുകൾ മറ്റ് അനുവദനീയമായ മെറ്റീരിയലുകൾക്കൊപ്പം ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ റെഗുലേഷന് 2022 വരുത്തിയ ഭേദഗതിയിലും വാട്ടർ കോമ്പാറ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഫുഡ് പാക്കിങ്ങിന് ഉപയോഗിക്കണമെന്ന് നിഷ്കർഷിക്കുന്നു. പോളിബ്യൂട്ടിലിൻ അഡിപ്പേറ്റ് ടെർതാലേറ്റും കോൺഫ്ലോറുമായി ചേർത്ത് നിർമ്മിക്കുന്ന ബയോഡിഗ്രേഡബിൾ ക്യാരി ബാഗ് പോലുള്ള ഉൽപ്പന്നങ്ങൾ കേവലം 1 മണിക്കൂറിനുള്ളിൽ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തു പോകുന്നു എന്ന് ഒരു അവകാശവാദം കണ്ടു. വീഡിയോ ക്ലിപ്പ് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ നനവുള്ള വസ്തുക്കൾ എങ്ങനെ അത്തരം ക്യാരി ബാഗുകൾ ക്യാരി ചെയ്യും? 2022 അമെൻഡ് ചെയ്ത മുൻപ് പറഞ്ഞ റെഗുലേഷനിലും വാട്ടർ കോമ്പാറ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ ഫുഡ് പാക്കിങ്ങിന് ഉപയോഗിക്കണമെന്ന് നിഷ്കർഷിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പ്ലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള റെഗുലേഷനുകൾ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ടുകൂടി ആയിരിക്കണമെന്ന് മാത്രം. അതിനാൽ ഇവ പോലുള്ള പോളിമേഴ്സ് ഉപയോഗിച്ചും ഉയർന്ന ഗുണനിലവാരമുള്ള പ്ലാസ്റ്റിക്കുകളെ ബുദ്ധിപരമായി പ്രയോജനപ്പെടുത്തിയും നിലവിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് ഭക്ഷ്യവസ്തുക്കളെ
വ്യാവസായിക ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന രീതി കുറയ്ക്കേണ്ടതല്ലേ എന്ന അതിപ്രാധാന്യമുള്ള വിഷയം ഈ വീഡിയോ കാണുന്നവരുടെ മുന്നിൽ വയ്ക്കുകയാണ്. കൂടാതെ പാക്കിംഗ് മെറ്റീരിയലായി പ്ലാസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ പരിചയപ്പെടുത്തുമ്പോൾ ആ വസ്തുവിന് ബയോഡിഗ്രഡബിലിറ്റിയും വാട്ടർ കോമ്പാറ്റിബിലിറ്റിയും ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ബന്ധപ്പെടുമെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.